കൊല്ലത്തുള്ള ഈ ദ്വീപിന് പിന്നിലുള്ള ചൈനീസ് കണക്ഷൻ അറിയാമോ? എന്നാലേ 150 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാം നമുക്ക്. എന്നിട്ട് ബാക്കി കഥയായാലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്ടമുടി കായൽ വഴി ചൈനീസ് കപ്പലുകൾ വ്യാപാരത്തിനായി എത്തിയിരുന്നു. ചൈനക്കാരുടെ വലിയ കപ്പലുകളെയും ചെറിയ വഞ്ചികളെയും ചമ്പാൻ അഥവാ ചമ്പ്രാൻ എന്ന് വിളിച്ചിരുന്നു. അവർ കപ്പലുകൾ അടുപ്പിച്ചിരുന്ന ഈ തീരപ്രദേശം പിന്നീട് സാമ്പ്രാണിക്കൊടിയായി മാറിയെന്നാണ് ചരിത്രം. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓർത്തെ, കായലിന് നടുവിലൊരു ദ്വീപ്, അതും അവിടെ ഇറങ്ങിയ വെള്ളമോ അരപ്പൊക്കം മാത്രം. ബോട്ട് ഇറങ്ങി അഷ്ടമുടി കായലിന് നടുവിലൂടെ നടക്കാമെന്നത് കേരളത്തിൽ വേറെ എവിടെയും കാണാൻ കഴിയാത്തൊരു അനുഭവമാണ്. നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ പോയത്. അതിന് കാരണം ഉണ്ടായിരുന്നു. നല്ല വെയിലായിരിക്കും, പക്ഷേ അതും സഹിച്ച് പോകാൻ കാരണം അവിടെ നല്ല തിരക്കാണ് വൈകുന്നേരങ്ങളിൽ. അപ്പം തിരക്കൊഴിഞ്ഞ് സമയത്ത് പോകണമെങ്കിൽ അത് ഈ ഒരു സമയത്ത് തന്നെ പോകണം. നമ്മൾ അവിടെ നിന്ന് ബസ് സർവീസസ് തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം ബോട്ടുകൾ എടുത്ത് പോയിരുന്നത്. നമുക്ക് മുമ്പ് പോയിട്ടുള്ള ബോട്ടുകളാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് അവിടെ വന്ന് പോകുന്നുണ്ട്. കുറേ സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ബോട്ടിലേക്കാണ് ആദ്യം കയറ്റുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഒരു സ്പേസിലേക്ക് കൊണ്ടെത്തും. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അവർ നടന്നു വരുന്നുണ്ടോ, അത്രയും വെള്ളമേ ഉള്ളൂ. നമുക്ക് ഇറങ്ങി സുഖമായിട്ട് നടക്കാം. ഈവൻ കുട്ടികൾക്കായാലും അത്യാവശ്യം കൈയൊക്കെ പിടിച്ച് അങ്ങ് ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു ആഴത്തിലേ അവിടെ വെള്ളമുള്ളൂ. അപ്പം ഇനി അത് കഴിഞ്ഞിട്ടുള്ള വഞ്ചി കയറുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തോളൂ. കാരണം ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മൾ വിശന്നിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ചൊന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് മഞ്ചൊക്കെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാം. കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ച് പ്രകൃതിദത്തമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു കൊച്ചു പാരിസ്ഥിതിക ദ്വീപാണിത്. ഡ്രോൺ ഷോട്ടുകൾക്കും ഡ്രമാറ്റിക്കായ അല്ലെങ്കിൽ സിനിമാറ്റിക്കായ വിഷ്വലുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. പൊതുവേ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കുറച്ചധികം അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോവാറ്. അങ്ങനെ വായിച്ചതും കേട്ടറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഇത് പ്രകൃതിദത്തമായൊരു ദ്വീപാണെന്ന് പറഞ്ഞാലും ശരിക്കും മനുഷ്യരുടെ ഒരു റോളും കൂടി ഇതിനുണ്ട്. ദേശീയ ജലപാത കൂടാതെ ദേശീയപാത നിർമ്മാണത്തിനായി അഷ്ടമുടി കായലിൽ നിന്ന് മണ്ണ് മാന്തിയപ്പോൾ ആ മണ്ണ് കായലിന് നടുവിൽ തള്ളിയതാണ്. അങ്ങനെ തള്ളിയ മണ്ണ് വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടുകയും പിന്നീട് അതിൽ കണ്ടൽക്കാടുകൾ വളർന്ന് ഇന്നത്തെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ മാംഗ്രോവ് ഫോറസ്റ്റ്സ്. പിന്നെ 5-6 വർഷം മുമ്പ് വൈറലായ ഒന്നല്ല ഇത്. 14-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത മണിപ്രവാള കാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിൽ ചൈനീസ് കപ്പലുകൾ അടുത്തിരുന്ന ഈ ഭാഗത്തെക്കുറിച്ച് ചമ്പ്രണം എന്ന പേരിൽ പരാമർശിച്ചിട്ടുണ്ടത്രേ. അതായത് 700 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്രപരമായ കായൽ തീരമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ദിവസത്തിൽ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഈ ദ്വീപിൽ നടക്കാൻ കഴിയില്ല കേട്ടോ. വേലിയിറക്കമുള്ള സമയത്ത് വെള്ളം താഴുകയും താഴത്തെ മണൽ പൂർണ്ണമായി തെളിയുകയും ചെയ്യും. വേലിയേറ്റ സമയം, അതായത് ഹൈ ടൈഡ്സിൻ്റെ സമയമാണെങ്കിൽ വെള്ളം അരപ്പൊക്കത്തോളം ഉയരും. ഈ പ്രതിഭാസം അറിയാതെ വരുന്ന പലർക്കും വെള്ളത്തിലിറങ്ങി നടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. പിന്നെ വേറൊരു കഥയുണ്ട്. ഈ ചൈനീസ് കഥയല്ലാതെ വേറൊരു കഥ. പണ്ട് ഈ തീരപ്രദേശങ്ങളിൽ സുഗന്ധമുള്ള സാമ്പ്രാണി മരങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നെന്നും അങ്ങനെയാണ് സാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നതെന്നും പഴയ മുതിർന്ന നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങനെ ആ വഞ്ചിയിൽ കയറി കുറച്ചധികം നേരം ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെയും അങ്ങനെ കുറേ കാഴ്ചകളും ചെറിയ ചെറിയ ബേർഡ്സിനെയും ഒക്കെ കണ്ടിട്ട് പോകുമായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് അടിയിൽ ഇതേപോലെ ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്നതൊക്കെ കാണാം. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, അതിനിടയിൽ തന്നെ നമ്മൾ അത്രയും യാത്ര ചെയ്തൊരു പകുതിയോളം എത്തിയപ്പോഴാണ് ദ്വീപിന് ഇടയിലൊരു അധികമൊന്നും കാണാത്ത രീതിയിലൊരു വീടും കണ്ടിരുന്നു. വീട്ടിലവിടെ ആൾക്കാരും താമസിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്.
പിന്നെ ഇതേപോലെ കൊക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇടയിൽ കൂടെ, അതായത് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ മാത്രം ഇങ്ങനെ ഒരു തണുപ്പ് പോലെയൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, പരിസ്ഥിതി നാശം അല്ലെങ്കിൽ പൊല്യൂഷനൊക്കെ ഒഴിവാക്കാനായിട്ട് കർശനമായ നോ പ്ലാസ്റ്റിക് സോണായിട്ടാണ് DTPC ഇവിടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യ മാലിന്യങ്ങളില്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള വിഷ്വലുകൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഞാനിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കൈയൊക്കെ ഇട്ടിങ്ങനെ ഇരുന്നു. അതും ഈ പറഞ്ഞ പോലെ താഴെ ആ ഒരു ഫ്ലോർ പോലത്തെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ചധികം നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നു. നമ്മൾ പോയ പോലെ തന്നെ വേറെ വഞ്ചിയിൽ വരുന്ന ആൾക്കാരാണത്. അത് ഡിപ്പെൻഡ്സ്, എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വഞ്ചി കയറിയ സ്ഥലത്ത് അവർ തിരിച്ചു കൊണ്ടെത്തിച്ചു. ഈ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ റീൽസിൽ കാണുന്ന പോലെ അത്ര അടിപൊളി ക്ലീൻ വാട്ടറൊന്നുമില്ല. അതുകൊണ്ട് കുടിച്ച് മടിച്ചാണ് ഞാൻ ഇറങ്ങിയത്. വെള്ളത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. തലേന്ന് തന്നെ വീഴണമെന്നറിയില്ല, അടിയിൽ കൂടെ മീൻ പോകുന്ന കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേ ഫുഡ് വേസ്റ്റൊക്കെ ഇനി വെള്ളത്തിൽ ഇടുന്നുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്മെല്ലി ആയിട്ട് നമുക്ക് തോന്നിയായിരുന്നു. റീൽസിൽ കാണുന്ന പോലെ അത്ര സുഖമൊന്നും അല്ലടോ. ഹലോ ഹലോ, എന്തെങ്കിലും ഇരിക്കണേ? വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ വർക്കലയിൽ പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കാനൊരു പ്രത്യേക റീസൺ ഉണ്ട്. അത് ഇനി വരുന്ന വീഡിയോ ഷോർട്സിൽ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് ഓർത്തു. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ഡെസ്കും ബെഞ്ചൊക്കെ ഇട്ടിട്ട് ചേച്ചിമാരിങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ടേസ്റ്റ് ചെയ്യാണ്ട് പോകുന്നത് മോശമല്ലേ. അങ്ങനെ എനിക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ മോര് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാനൊരു സാധാ മോരാണ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ തന്നത് ഈ മട്കയിൽ ഇങ്ങനൊരു ചെറിയ കുടത്തിൽ ഇങ്ങനെ വേറെ കളറൊക്കെ ഉള്ള സാധനം. അപ്പോൾ എൻ്റെ മൈൻഡ് ആകെ പോയി. ഞാൻ മോര് കുടിക്കാമെന്ന് വിചാരിച്ച സംഭാരം പോലത്തെ അത് കുടിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് ലാസ്റ്റ് ഇതാണല്ലോ കിട്ടിയത് എന്ന് ഓർത്ത് ഞാൻ കുറച്ച് ഇനിഷ്യലി ഞാനൊന്ന് ജഡ്ജ് ചെയ്തായിരുന്നു. പക്ഷേ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് സംഭവം കുടിച്ചിട്ടില്ല. നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഫിസി ടൈപ്പാണ്. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. നെല്ലിക്ക, മാങ്ങ, നാരങ്ങ, പിന്നെ എന്തൊക്കെയോ കുറേ ഇട്ടുണ്ട്. അതും ഉപ്പിലിട്ട സാധനങ്ങളായതുകൊണ്ടും ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നടക്കുന്ന വഴി ഇങ്ങനെ ചെറിയ ചെറിയ ഞണ്ടുകളെയും മീനുകളെയും അങ്ങനെയൊക്കെ കണ്ടു. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ടുള്ളത് ഇങ്ങനെ ഓരോ ഈ കണ്ടൽക്കാടിൻ്റെ ആ ഒരു മറ്റേ പില്ലർ പോലെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി കണ്ടോ എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. ചെറുതായിട്ട് നമ്മൾ സൂക്ഷിച്ചിങ്ങനെ നോക്കി നടക്കുമ്പോഴാട്ടോ അതൊക്കെ കാണുള്ളൂ. അതേപോലെ ഇപ്പോൾ മറ്റേ വഞ്ചിയിൽ പോയ സമയത്താണെങ്കിലും നമ്മളിങ്ങനെ കുറേ സീൻസ് കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള ഗോലി സോഡ കുടിച്ചിരുന്നു. അത് നല്ലായിരുന്നു. ഇതുണ്ടോ ഈ ഒരു താഴ്ചയൊക്കെ അവിടെ ഉള്ളൂ കേട്ടോ, ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ലേ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് വന്ന സാധനം ഇതാണിത്. നല്ല അടിപൊളി കപ്പ വേവിച്ചത്. ചില സൈഡിൽ ഈ ട്രിവാൻഡ്രത്താണോയെന്ന് എനിക്കറിയില്ല, അവിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും കല്ലുമക്കായ, അത് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹോംലി ടൈപ്പ് കേട്ടോ, ഭയങ്കര ഓവർ മസാലയുള്ള കൂട്ടത്തിലൊന്നുമല്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് സാലഡും ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടായത്. എന്തിൻ്റെ ചമ്മന്തിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത സംഭവമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ആദ്യം വന്ന ബോട്ടിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് ഓർത്തു. ഇനി ഇവിടേക്ക് എങ്ങനെ എത്താമെന്ന് പറഞ്ഞു തരട്ടെ. പ്രാക്കുളം DTPC ഇൻഫർമേഷൻ സെൻറ്ററിലുള്ള സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി, അതല്ലെങ്കിൽ മണലിൽ കുറിപ്പുഴ ജെട്ടികൾ വഴിയും ഇവിടേക്ക് എത്താൻ പറ്റും കേട്ടോ. പിന്നെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എങ്ങാണ്ടാണ് ഇതിൻ്റെ സർവീസ് ടൈം എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം മീൻപിടുത്ത മേഖല ആയതിനാൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം ബോട്ട് ജെട്ടി സർവീസുകൾ ഉണ്ടായിരിക്കില്ല എന്നും അറിഞ്ഞിരുന്നു.
അതേപോലെ നേരത്തെ പറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി ആസ്വദിക്കാനായിട്ട് ആ ലോ ടൈഡ് അല്ലെങ്കിൽ വേലിയിറക്കം സമയം നോക്കി പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. പിന്നെന്താ, നമ്മളപ്പം അവിടെ നിന്ന് പോന്നപ്പോഴേക്കും നല്ല തിരക്കായി എന്ന് പറഞ്ഞല്ലോ. അപ്പം അത്യാവശ്യം ആൾക്കാരും തിരിച്ചു ചെന്നപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിക്കാം എന്നോർത്ത് തിരിച്ചു പോയി.